ത്രിയേക ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഊശാന പെരുന്നാൾ നമ്മളെല്ലാവരും വന്നെത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ രാജകീയമായ എഴുന്നള്ളത്തിൻ്റെ ദിവസമാണിന്ന്. കർത്താവ് രാജകീയമായ നിലയിൽ യെരൂശലേമിലേക്ക് കരേറി വരുന്നു. കുഞ്ഞുങ്ങൾ എല്ലാവരും ഓശാന പാട്ടുകളോടുകൂടി കർത്താവിനെ സ്വീകരിക്കുന്നു. വളരെ വളരെ പ്രാധാന്യമേറിയ ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ യുദ്ധം ചെയ്ത് ജയിച്ചു വരുന്ന രാജാക്കന്മാർ കുതിരയുടെ പുറത്ത് കയറി വളരെയധികം ആർഭാടത്തോടുകൂടിയാണ് വരുന്നത്. ഇവിടെ ജയശാലിയായ മിശിഹാ തമ്പുരാൻ വിനീത മൃഗമായ കഴുതയുടെ പുറത്ത് കയറി യെരൂശലേമിലേക്ക് വരുന്നു. എല്ലാവരും ഊശാന പാട്ടുകളാൽ കർത്താവിനെ സ്വീകരിക്കുന്നു. വഴികളിൽ വൃക്ഷത്തിൻ്റെ ചില്ലികളും പൂക്കളുമൊക്കെ വിരിക്കുന്നു. അതോടൊപ്പം തന്നെ മേൽത്തരമായ വസ്ത്രങ്ങളൊക്കെ കർത്താവിന് കടന്നു പോകുവാനായിട്ടുള്ള വഴിയിൽ വിരിക്കുന്നു. വളരെയധികം ആർഭാടത്തോടു കൂടിയാണ് കർത്താവിനെ സ്വീകരിക്കുന്നത്. അതേ സമയത്ത് തന്നെ വിനയാന്വിതനായി കർത്താവ് യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിന് എല്ലാ പ്രതാപത്തോടു കൂടിയും വരാവുന്നതാണ്. തൻ്റെ മാലാഖമാരുടെ ഗംഭീര സ്വരത്തോടും കാഹളധ്വനിയോടും കൂടെ കർത്താവ് രണ്ടാമത് വരും. അത് ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ ഘട്ടത്തിലാണ്. എന്നാൽ ഇവിടെ കാലത്തിൻ്റെ തികവെങ്കിൽ കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം നേരത്തെ അരുളിച്ചെയ്തിരിക്കുന്ന പ്രകാരം വീണ്ടും ഇവിടേക്ക് യെരൂശലേമിലേക്ക് കരേറി വരുന്നു. അങ്ങനെ കരേറി വരുന്ന മിശിഹാ തമ്പുരാനെ നമ്മൾ ഹൃദയത്തിൻ്റെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതാണ്. ഊശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ ഊശാന എന്നുള്ള ഗീതങ്ങൾ ചൊല്ലി ആ കുഞ്ഞുങ്ങളും എല്ലാവരും കർത്താവിനെ സ്വീകരിച്ചു. ആ വലിയ പെരുന്നാളിൽ എന്നും നമ്മൾ ഭാഗഭാക്കുകളാകുകയാണ്, അഥവാ പങ്കുകാരാകുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവത്തിൽ ഇന്ന് നമ്മൾ അതിൻ്റെ ഭാഗമായിത്തീരും. ചില നവീന ഉപദേശക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എല്ലാ വർഷവും ക്രിസ്തു ജനിക്കുകയും ക്രിസ്തു മരിക്കുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും മരിക്കുകയും കഷ്ടമനുഭവിക്കുകയും പിന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? അതിനുത്തരമുണ്ട്. നമ്മൾ മനുഷ്യർക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം, ചെവി കൊണ്ട് കേൾക്കണം, നാക്കുകൊണ്ട് രുചിച്ചറിയണം, മൂക്കുകൊണ്ട് മണത്തറിയണം, തൊട്ടറിയണം. അതാണ് ശരിയായൊരു പാർട്ടിസിപ്പേഷൻ, ഭാഗഭാഗിത്വം. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഇപ്രകാരമെല്ലാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പല സ്ഥലത്തു നിന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഏകചിന്തയോടുകൂടി കർത്താവിൻ്റെ ഈ വലിയ യാത്രയെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി ഇത് സംബന്ധിക്കണം. ഒരേ സമയത്ത് ശ്രേഷ്ഠമായൊരു കാര്യവും അതേ സമയത്ത് വിനീത ഹൃദയത്തോടുകൂടിയുള്ള കർത്താവിൻ്റെ വരവും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ നിന്ന് വിനീത ഹൃദയം അഥവാ താഴ്മയുടെ ഹൃദയം മാറിപ്പോയിരിക്കുകയാണ്. എന്നെല്ലാവർക്കും അഹങ്കാരത്തിൻ്റെയും
അധികാര പ്രമത്തതയുടെയൊക്കെ കാലമാണ്. ഒരു കൊച്ചുകുട്ടി പോലും അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒത്തിരി സംസാരിക്കും. പ്രായമുള്ളവരും പ്രത്യേകിച്ച് മാതാക്കളും സഹോദരിമാരും പഴയകാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് കൂടുതൽ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ്. എന്നാൽ അവരവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പലപ്പോഴും മറന്നുപോവുകയും ചെയ്യും. കർത്താവ് പ്രകാരം വിനീതനായിരുന്നു, അതുപോലെ നമ്മളും വിനീതരായിരിക്കണം. താണുനിലത്തെ നീരോടു, അവിടെ ദൈവം കൃപ ചെയ്യൂ എന്നുള്ളത് ഒരാപ്തവാക്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് താഴ്മയുടെ ഹൃദയത്തോടു കൂടി ഇതിൽ സംബന്ധിക്കണം. ഇനിയിവിടെ കുരുത്തോല വാഴ്വിൻ്റെ ക്രമം നടക്കുകയാണ്. അതിനാദ്യമായൊരു പ്രദക്ഷിണമുണ്ട്. പ്രദക്ഷിണം ഈ വടക്കേ വാതിൽ വഴി ഇറങ്ങി പടിഞ്ഞാറോട്ട് വന്ന് പടിഞ്ഞാറ് വാതിൽ നിന്ന് വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നു. ആ സമയത്ത് ദൈവാലയത്തിൽ നിൽക്കുന്നത് പോലെ സ്ത്രീകൾ തെക്ക് ഭാഗത്തും പുരുഷന്മാരും ആൺകുട്ടികളും വടക്കു ഭാഗത്ത് നിൽക്കണം, സ്ത്രീകൾ തെക്ക് ഭാഗത്തും നിൽക്കണം. അങ്ങനെ അതിൻ്റെ ക്രമീകൃതമായ നടപടികൾ ഇതെല്ലാം പോകണം. അതിനുശേഷം പള്ളിക്ക് ഒരു പ്രദക്ഷിണം കഴിഞ്ഞിട്ട് തെക്കേ വാതിൽ വഴിയായി അകത്തേക്ക് വരികയും കുരുത്തോല വാഴ്വിൻ്റെ ക്രമം ആരംഭിക്കുകയും ചെയ്യുന്നു. പ്രദക്ഷിണത്തിന് പോകുമ്പോൾ കുരുത്തോലകൾ ഇവിടെ നൽകുന്നു. അത് വാങ്ങിപ്പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം പോകണം. എന്നാൽ പ്രദക്ഷിണത്തിന് ശേഷം തിരികെ വരുമ്പോൾ ആ കുരുത്തോലകളെല്ലാം ഇവിടെ വയ്ക്കുകയും അതെല്ലാം വാഴ്ത്തി നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. അത് പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ബാക്കി ഭാഗങ്ങൾ സംബന്ധിക്കേണ്ടതാണ്. കുരുത്തോലകൾ നിങ്ങൾ മുറിക്കുകയോ കീറി ലക്ഷണമല്ലാത്ത വിധത്തിൽ ഒക്കെ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അത് വാഴ്ത്തപ്പെട്ട കുരുത്തോലകളാണ്. അത് കഷ്ണങ്ങളാക്കി മുറിച്ച് നിലത്തിടിച്ച് ചവിട്ടുവാനോ നഷ്ടപ്പെടുത്തുവാനോ ആർക്കും അവകാശമുണ്ടായിരിക്കുന്നതല്ല. ആ കുരുത്തോലകൾ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർ അത് ഭംഗിയായി ബഹുമാനാദരവുകളോടുകൂടി സൂക്ഷിക്കുകയും അടുത്ത ഡിസംബർ 24 മുമ്പായി ഇവിടെ കൊണ്ടുവന്ന് അത് തീജ്വാലക്കുഴിയിൽ നിക്ഷേപിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും ഓരോ വർഷത്തിലും ഒന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ വലിയ ശ്രേഷ്ഠമായ പെരുന്നാൾ അതിൻ്റേതായ നിലയോട് എല്ലാവരും പ്രവർത്തിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഏറെ ആളുകളുള്ളതുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്നതിന് ഉള്ള ക്രമീകരണം അറിയിക്കുകയാണ്. ഏറ്റവും മുമ്പിലായിട്ട് കുഞ്ഞുങ്ങൾ, അതിന് പിന്നിലായിട്ട് സ്ത്രീകൾ, അതിന് പിന്നിലായി പുരുഷന്മാർ, അതിൻ്റെ പിന്നിലായിട്ട് മേൽപ്പട്ടക്കാരനും മറ്റ് വൈദികരും ആയിട്ട് പോകുന്നു. പടിഞ്ഞാറ് വശത്ത് വന്നു കഴിഞ്ഞിട്ട് വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരും ആൺകുട്ടികളും വടക്കു ഭാഗത്തും സ്ത്രീകളും പെൺകുട്ടികളും തെക്കുഭാഗത്തുമായിട്ട് അവിടെ നിൽക്കേണ്ടതാണ്. അതിനുശേഷം ആ പ്രദക്ഷിണം വീണ്ടും തുടരുന്നു. പ്രദക്ഷിണം പൂർത്തിയായ ശേഷം മധുവായിൽ പ്രവേശിച്ചിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവ സാന്നിധ്യബോധത്തോടുകൂടി ഈ കാര്യങ്ങൾ നിൽക്കേണ്ടതാണ്. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.